ശൈശവവും ബാല്യവും കൗമാരവും യൗവനവുമെല്ലാം പിന്നിട്ട് മനുഷ്യൻ എത്തിച്ചേരുന്ന അവസ്ഥയാണിത്. മറ്റ് 4 അവസ്ഥകളും വളർച്ചയുടെ കാലമാണെങ്കിൽ വാർദ്ധക്യം തളർച്ചയുടേതാണ്. ശരീരത്തിന്റെ പ്രതാപവും മറ്റ് കഴിവുകളുടെ പ്രൗഢിയും ഒരു പരിധിവരെ എല്ലാ ഐശ്വര്യങ്ങളും ഈ അവസ്ഥയിൽ മനുഷ്യന് നഷ്ടമാകുന്നു. ധനവാനെന്നോ ദരിദ്രനെന്നോ പഠിപ്പുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ഭേദമില്ലാതെ വാർദ്ധക്യം ഏവരെയും പിന്തുടരുകയും കീഴടക്കുകയും ചെയ്യുന്നു. ഫലേച്ഛ കൂടാതെ അവരെ മരിക്കുവോളം പരിചരിക്കാൻ കഴിയുന്നതിൽ പരം ഭാഗ്യം മറ്റെന്താണുള്ളത്? ഇന്നലെ കൂടെ അവരൊക്കെ പറഞ്ഞു. ഓക്കെ, കാട്ടിലെ ഒരു മുയലുണ്ട്. ഈ മാന്യമായ വസ്തു നിങ്ങൾക്ക് തന്നെയല്ലേ മാറ്റിത്തന്നത്? അലമാരി 2 മാസമായി ഇരിക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് ഈ സൊസൈറ്റി ഒരു നിലയും വിലയുമുണ്ട്. അത് കണ്ടുവേണം ഇവിടെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്. ദേ നോക്ക്, ഞങ്ങൾ പറയുന്നത് അനുസരിക്കാൻ തയ്യാറായി ഇവിടെ എവിടെയെങ്കിലും പോയിക്കോളൂ. എന്ത് മോളെ ശല്യം? അധികാരമില്ലെന്ന് ഇറ്റലിക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകനായ മുകുൾ റോട്ടറി ചൂണ്ടിക്കാട്ടി. സാഹചര്യത്തിൽ ഇറ്റാലിയൻ കേസിൽ അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പറയൂ? എനിക്ക് വയ്യ നിങ്ങളുടെ അപ്പനെ നോക്കാൻ. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എന്റെ റോസി, എനിക്കൊരു സമാധാനം. അല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോയി നിന്നോളാം. നീ ഒന്ന് സമാധാനിക്ക്. നമുക്ക് എന്തെങ്കിലും ഒരു വഴി കർത്താവ് ഒരുക്കി തരും. ഹലോ. കുറെ ആയല്ലോ വിളിച്ചിട്ട്. എന്നാണ്ട് ചേട്ടാ വിശേഷം? അന്നത്തെ കലിപ്പിന് ശേഷം ഇപ്പഴാണല്ലോ വിളിക്കുന്നത്. എന്തേലും വിശേഷം ഉണ്ടോ? പിന്നെ ഞാനിപ്പോ വിളിച്ചത് അത്യാവശ്യ കാര്യം പറയാനാ. എന്താ അത്യാവശ്യം? എടാ, അത് അപ്പനെ സംബന്ധിച്ചൊരു കാര്യമാണ്. അപ്പനെ സംബന്ധിച്ച് എന്ത് കാര്യം? നിങ്ങളൊക്കെ അപ്പനെ നോക്കാനാന്ന് പറഞ്ഞ തോട്ടം മേടിച്ചോണ്ട് പോകുന്നത്. ഇപ്പൊ പിന്നെ അപ്പന്റെ കാര്യം നോക്കാൻ ഇങ്ങോട്ടൊരു വിളി. എടാ, നീ ഫ്രീ ആണോ ഇപ്പം? എന്താ എന്തെങ്കിലും അത്രയ്ക്കധികം അത്യാവശ്യമാണോ? എനിക്ക് നിന്നെ നേരിട്ടൊന്ന് കാണണം. ഓക്കെ, ഞാൻ വിളിക്കാം. തീരുമാനം എടുത്തേ പറ്റൂ. ഇപ്പൊ അപ്പനെ കൊണ്ട് ഒരു വിധത്തിലും പറ്റുന്നില്ല. ഇപ്പൊ കിടന്നാണെങ്കിൽ മൂത്രം ഒഴിക്കുകയൊക്കെ കാണുന്നിടത്തെല്ലാം കാർക്കിട്ട് തുപ്പി ആകെ പ്രശ്നമാണ്. വീടിനകത്ത് വേലക്കാരെയൊക്കെ എടുത്തിട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പനെ നോക്കാന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ആ വീടും വെള്ളവും എല്ലാം കൂടെ അങ്ങോട്ട് മേടിച്ചത്. ഇപ്പൊ പിന്നെ അപ്പനെ നോക്കാൻ പറയാൻ പറ്റിയതെന്ന് പറയുന്നതിന്റെ ഔചിത്യം. എടാ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്കല്ലേ അവിടുത്തെ എസ്റ്റേറ്റ് എഴുതണം. എസ്റ്റേറ്റ് എഴുതണം പറഞ്ഞിട്ട് അപ്പനെ പിടിക്കാന്ന് അപ്പനെ നോക്കണമെന്ന് പറഞ്ഞിട്ടല്ലോ ഇത്ര ഇതെല്ലാം നിങ്ങൾ മേടിച്ചോണ്ട് പോയത്. എടാ, ഇപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ. എന്ത് തീരുമാനം എടുക്കാൻ? ഇപ്പൊ വീട്ടിലോട്ട് എനിക്ക് എന്നെ കൂടെ നോക്കാൻ പറ്റത്തില്ല. വേറെ എന്തെങ്കിലും തീരുമാനമാണെന്ന് വെച്ചപ്പോ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയാലും എനിക്ക് അങ്ങനെ കൊണ്ടാക്കും. എന്നെ കൊണ്ടൊക്കെ നോക്കാൻ പറ്റത്തില്ല. ചേട്ടനെ കൊണ്ട് നോക്കാൻ പറ്റത്തില്ല. പിന്നെ അതായിക്കോട്ടെ. ചേട്ടാ, എന്തായാലും ഇതിന്റെ പുറകെ പോകാൻ എന്നെ
ഒന്നാമത് 2-3 വട്ടമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവിടെ നല്ലതാണെങ്കിലും ശരി, നല്ലതല്ലെങ്കിലും ശരി, ഇവിടെ എന്താണ് നീ ഇതിന്റെ പുറകെ കിടന്ന് സമയം കളയാൻ വയ്ക്കുക. നോക്കണം എന്താണെന്ന് വെച്ചാൽ സംസാരിച്ചത് ഇപ്പൊ ഓൾറെഡി വന്നോണ്ടിരിക്കും. എനിക്ക് വേറെ പറയാം. വന്നൊരു ഉദ്ദേശം എന്താവും? എന്റെ പേര് അറിയാമല്ലോ. എന്റെ പേര് തോമാച്ചൻ. ഞാൻ ഡോക്ടർ ബിനോയ്, എൻ്റെ ബ്രദർ ഞാനൊരു അടുത്ത ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. സ്വന്തമായിട്ട് ഹോസ്പിറ്റലാണ്. വൈഫ് കോളേജിലെ പ്രിൻസിപ്പാളാണ്. ഇദ്ദേഹമാണെങ്കിൽ ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാനാണ്. നമുക്കും ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോഴേ ഞങ്ങൾ വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഇപ്പം ലൈഫ് സ്റ്റൈൽ ഭയങ്കര ഫാസ്റ്റായിട്ട് പോകണം. ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. 24 മണിക്കൂർ തന്നെ തികയുന്നില്ല എന്ന് പറയാം. ഇവനാണെങ്കിൽ ഒട്ടും വീട്ടിൽ പോലും ഇരിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. ഞാനാണെങ്കിലും അതുപോലെ തന്നെ എൻ്റെ ഭാര്യയാണെങ്കിലും മക്കളെ ബോർഡിങ്ങിനാക്കി കൂടെ ഒരു വീട്ടിലോട്ട് വരുന്നതായിട്ടൊക്കെ. അപ്പോൾ വന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, ഞങ്ങൾ നിങ്ങളുടെ സ്ഥാനത്തെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. വളരെ സന്തോഷം. പക്ഷേ നിങ്ങളൊരു കാര്യം പറയാനായിട്ട് എനിക്കുണ്ട്. സ്വന്തം മാതാപിതാക്കളെ എല്ലാവരുടെയും കയ്യിൽ എത്തിക്കുന്നത് അത് നല്ലതാണോ ഇല്ലെന്ന് നാം ഓരോരുത്തരും, നമ്മൾ പ്രായം ചെല്ലുകയാണ്, നാം ഓരോരുത്തരും ഒന്ന് അവലോകനം ചെയ്യുന്നത് നല്ലതാണ്. ഞങ്ങൾക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. ഞങ്ങളുടെ മാതാപിതാക്കളായിട്ട് അവരവിടെ ഉണ്ടാകും. അവർക്ക് നല്ല വചനങ്ങളുണ്ടാകും, വലിയ ക്ലാസ്സുകളുണ്ട്, നല്ല പുതിയ പാട്ടുകളുണ്ട്. അവർ അവരുടെ വീട്ടിൽ ആണ് എന്നുള്ള ഒരു അന്തരീക്ഷത്തിൽ തന്നെ ഇവിടെ ജീവിക്കാൻ പറ്റുന്ന സകലതയുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് മക്കളെന്ന് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് പറഞ്ഞിട്ടുള്ളൂ. വേറെ തെറ്റിദ്ധാരണകളൊന്നും ഉണ്ടാകില്ല. ഞങ്ങൾ വളരെ സന്തോഷമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് സൗകര്യം എപ്പോഴാണെന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടുവരില്ല. അല്ല, ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇത് ഒരു സേവനമായിട്ട് കണ്ടു ചെയ്യുന്ന കാര്യമാണ്. അല്ലാതെ ഇതുകൊണ്ട് പൈസ ഉണ്ടാക്കാനായിട്ടോ മാതാപിതാക്കളായിട്ട് പൈസ ഉണ്ടാക്കാനായിട്ടോ ഒന്നും ഞങ്ങൾ ചെയ്തില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ തന്നെ പറഞ്ഞു ചിലവുകൾ കൂടുന്നു, ആൾക്കാർ ബിസിയാണ്. നമുക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് അതിലൂടെ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ കൂടുതൽ ചെയ്യാനായിട്ടുള്ളതുണ്ട്. നമ്മൾ ഒത്തിരി എമൗണ്ട് ഞാൻ ചോദിക്കുന്നില്ല. ഒരു 25,000 രൂപ മാസം നിങ്ങൾ പേ ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷം. നിങ്ങൾ തന്നില്ലെങ്കിൽ പോലും നിങ്ങൾ പലരും ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ആദ്യം 2 മാസത്തെ 3 മാസത്തെ പോകും, പിന്നെ തിരിഞ്ഞു പോലും നോക്കാറ് ഞങ്ങൾ തന്നെയാണ് അത് നോക്കുന്നത്. നിങ്ങൾക്ക് തരാൻ സൗകര്യപ്പെടുന്നുണ്ട്. നിങ്ങളൊക്കെ നല്ല നിലയിലും ഉള്ളവരാണ്. നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഒരു കാര്യം കൂടെ പറയാറുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കളുടെ സുരക്ഷിതമായിരിക്കുമെന്ന് പറയുന്നതോടൊപ്പം തന്നെ ആത്മീയ അന്തരീക്ഷത്തിലായിരിക്കും കാര്യങ്ങളൊക്കെ പറയുന്നത്. പ്രാർത്ഥന അതിലും അപ്പച്ചൻ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അതിനേക്കാളുപരി അപ്പച്ചൻ തന്നെ ഇവിടുത്തെ മറ്റുള്ള അപ്പച്ചന്മാരെ അമ്മച്ചവരെ കണ്ടു കഴിയുമ്പോൾ അവരെ ആത്മീയ അന്തരീക്ഷത്തിലേക്ക്. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങൾ ഒന്ന് പേടിക്കേണ്ട. നിങ്ങൾ സുരക്ഷിതമായിരിക്കും. ഫോർമാലിറ്റീസ് ഉള്ളത് നിങ്ങൾ അവിടെ ചെന്ന് ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ട് അതിനുള്ള പൈസ അയക്കുക. ഞാൻ അപ്പച്ചനെ കൂടി കൊടുക്കുക. ഓക്കെ, വളരെ സന്തോഷം. അതെ, എല്ലാം ശരിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആക്കിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ല. ഇനി ഇതിന്റെ പേരും പറഞ്ഞു വിളിച്ചേക്കില്ല ദൈവത്തെ. പിന്നെ എന്താ വെച്ചാൽ പൈസയുടെ കാര്യം വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങ് കൊടുത്ത് സെറ്റിൽ ചെയ്തേക്കണം. പിന്നെ ബാക്കി വസ്തുവിന്റെ കാര്യം നടപ്പുണ്ട്, അത് നമുക്കൊന്ന് നിൽക്കണം. ഇവിടെ നീ കാശിന്റെ കാര്യം ഓർത്ത് നീ പേടിക്കണ്ട, അതൊക്കെ ഞാൻ ഏറ്റു. വസ്തുവിന്റെ കാര്യം അതൊക്കെ നോക്കാം, പിന്നെ അടുത്ത കാര്യമില്ല. ശരി. ഡോക്ടർ ബിനോയ്, സാറിന്റെ മക്കളല്ലേ? അതെ. ആ, ഞാൻ നിങ്ങളുടെ ഫാദറിനെ കണ്ടിരുന്നു. ഞാൻ ആ റൂമിലാക്കിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ സംസാരിക്കാം. ആയിക്കോട്ടെ, വിരോധമില്ലല്ലോ. വരും, ഞങ്ങൾക്ക് ഓഫീസിൽ. സാധാരണ നിലയിൽ ഇത്തരം ഉപദേശങ്ങളൊന്നും കേൾക്കാൻ താല്പര്യമൊന്നും കാണില്ല. അങ്ങനത്തെ ഒരു ജനറേഷനാണ്. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ കേട്ടാൽ, നിങ്ങളൊക്കെ വിശ്വാസത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വളരെ ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോകേണ്ട ആളുകളാണ്. പഠിപ്പിച്ചിട്ടുള്ളതും
മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതും എല്ലാം ആ ഒരു നിലയിൽ തന്നെയാണ്. ഈ ബൈബിളിൽ ഇങ്ങനെ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞേക്കുന്നത്, നിങ്ങൾക്ക് തരുവാനുള്ള ദേശം ദീർഘായുസോട് 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞേക്കുന്നത്, നിങ്ങൾക്ക് തരുവാനുള്ള ദേശം ദീർഘായുസോടുകൂടി ഇരിക്കാനായി നിങ്ങളുടെ അപ്പനെയും അമ്മയും ബഹുമാനിക്കും. അതിനുശേഷം സദൃശവാക്യത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിന്റെ ഒരു വാക്യം പറയുന്നുണ്ട്, അപ്പന്റെ പ്രബോധനം കേൾക്കുക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും. പൗലോസ് പറഞ്ഞേക്കുന്നത് അമ്മയപ്പന്മാരെ ബഹുമാനിക്കുന്നു. അമ്മയപ്പന്മാരെ അനുസരിച്ചെങ്കിൽ മാത്രമേ ബഹുമാനമുള്ളൂ, ദീർഘായുസും. ഇങ്ങനെ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ സ്വർഗസ്ഥനായ പിതാവിനെയും അവന്റെ പുത്രനെയും സ്നേഹിക്കാൻ പറ്റും? നിങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ മാതാവ്, നിങ്ങളുടെ മാതാവ് പിതാവ് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു ഏത് നിലയിലായി? നിങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ മാതാവ്, നിങ്ങളുടെ മാതാവ് പിതാവ് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു ഏത് നിലയിലായി? നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് രണ്ടുപേരും കൂടെ ചിന്തിച്ച് ആലോചിച്ച് കുടുംബമായിട്ട് നിങ്ങൾക്ക് നല്ല നിലയുള്ളൂ, വിലയുണ്ട്, സമൂഹത്തിന് നല്ല സ്ഥാനങ്ങളുണ്ട്, അറിയപ്പെട്ട ആളുകളാണ്. ഞങ്ങൾക്ക് ഇവിടെ താമസിപ്പിക്കുന്നതിനോ അവരെ ശുശ്രൂഷിക്കുന്നതിനോ ഇതൊന്നും ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടല്ല. ആവശ്യത്തിനുള്ള മാനേജർ സാറിനോട് എല്ലാവർക്കും പറഞ്ഞു കാണുമല്ലോ കുറച്ച് ഡീറ്റെയിൽസ്. നിങ്ങളുടെ മക്കൾക്ക് വളർന്നു വന്ന് നിങ്ങൾ പഠിപ്പിച്ച നിലയിലാകുമ്പോൾ നമ്മുടെ ഈ ശരീരത്തിന്റെ മജ്ജയുടെയും മാംസത്തിന്റെയും ആരോഗ്യം നഷ്ടപ്പെടും. നിങ്ങൾ വളർന്ന് ഇതിന്റെ സാഹചര്യങ്ങളിലും പോകും, നിങ്ങളുടെ ആരോഗ്യം പോകും. ഇതുപോലെ ഈ പിതാവിനെ പോലെ ആരോഗ്യം നഷ്ടപ്പെടും. നിങ്ങളുടെ മാതാപിതാ മക്കള് നിങ്ങളെ ഈ നിലയിലേക്ക് കൊണ്ടിടുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഞാനിപ്പം ഇത്ര നേരം നിങ്ങളോട് സംസാരിച്ചത് അത് എൻ്റെ ഒരു കുട്ടിയുടെ ഭാഗം, എൻ്റെ ദൈവവേലയോടുള്ള ശുശ്രൂഷയുടെ ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങൾ വേണമെന്ന് എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യുക. താങ്ക്സ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? സാറ് കൂടുതൽ വിഷമിക്കുക. നമുക്കിവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇന്നത്തെ തലമുറയിൽ ഇതൊക്കെ നടക്കുന്നത് സംഭവിക്കേണ്ടതിന് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഇതൊക്കെ സഹിക്കേണ്ടതാണ്. സാറിന് ഒരു കാരണവശാലും ഒരു വിഷമവും ഉണ്ടാകുന്നു. എന്നാലും ഞാൻ ചിന്തിച്ചത് സാറിന് ഇങ്ങനത്തെ ഗതിയായിപ്പോയി. ഇത് പറയാനാണോ? ഞാൻ എൻ്റെ മക്കളെ ഈ സമൂഹത്തെ സ്നേഹിക്കാൻ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ അവർക്ക് എന്നെ പോലെ ആവാൻ കഴിയുന്നില്ല. ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. ചേട്ടാ പറയൂ. ഞാൻ അപ്പനെ നീ വേറെ തീരുമാനം അത് വേണ്ടടാ, ഞാൻ കൊണ്ടുപോകാം. ചേർത്ത് പ്രശ്നമില്ല. അപ്പൊ ഞാൻ അവിടുത്തെ കാര്യം നമ്മുടെ കാര്യം അത് കുഴപ്പമില്ല. അമ്മയില്ലാതെ നമ്മൾ ഒരുപാട് വളർത്തിയതല്ലേ, ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ, ഒരുപാട് രാത്രി നമുക്ക് വേണ്ടി വർക്കണം ചെന്നതല്ലേ. ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് സമ്പാദിക്കുന്നില്ലേ. ഞങ്ങളിലാരെയും അവളോട് പറഞ്ഞാൽ മതി വീട്ടിലേക്ക് അവൻ നോക്കിക്കോ. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. നീ പേടിക്കണം. നമുക്ക് കൊണ്ടുപോകും. നാളെ ഇതുപോലെ നമ്മളെ കൊണ്ട് നമ്മുടെ മക്കൾ ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. സാറേ സാറേ, ഓ മൈ ഗോഡ്, എത്ര വാസ്തവം. നീതിമാന്റെ മരണം കൊടുക്കും പോലെ എന്റെ ദൈവം.
നമ്മുടെ സമൂഹത്തിൽ വൃദ്ധജനങ്ങളുടെ സംഖ്യ വർദ്ധിച്ചു വരികയാണ്. കേരളത്തിൽ ഇത് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇരട്ടി വേഗത്തിലാണ് വളരുന്നത്. പ്രായമായവരുടെ ചില പെരുമാറ്റ പ്രത്യേകതകൾ കാണുമ്പോൾ നാട്ടിൻപുറങ്ങളിൽ പറയാറുണ്ട് ചിഹ്നൻ തുടങ്ങിയെന്ന്. വാർദ്ധക്യത്തിൽ പ്രത്യക്ഷപ്പെടുന്ന മനോവൈകല്യത്തിന്റെ നാടൻ പേരാണിത്. അതൊരു മനോവൈകല്യമാണെന്നും സഹതാപം നിറഞ്ഞ സമീപനം ആവശ്യമാണെന്നും സാധാരണക്കാർക്ക് അറിഞ്ഞില്ല. എന്തിനാണ് മാതാപിതാക്കളെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നത്? ഞങ്ങളൊന്ന് ചോദിച്ചോട്ടെ. ഈ ലോകത്തു നിന്ന് യാത്ര തിരിക്കുമ്പോൾ സ്വത്ത് പോയിട്ട് വസ്ത്രം പോലും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും.